വിജാതികളുടെ സുവിശേഷം, ദരിദ്രരുടെ സുവിശേഷം, പാപികളുടെ സുവിശേഷം വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതിനെ വംശാവലി എടുത്തു കഴിഞ്ഞാൽ ആദം മുതൽ യേശു വരെയുള്ള ഒരു വംശാവലിയാണ് നമുക്ക് കാണാൻ സാധിക്കും. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയാണ് ഇതിലൂടെ ആകുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മലയാളത്തിന്റെ വചനമാണെന്ന് നമുക്കറിയാം. നിങ്ങൾ ലോകം കൊണ്ടുപോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഏതെങ്കിലും യഹൂദരെ മാത്രം ഉദ്ദേശിച്ചല്ല സുവിശേഷം. ഈ സുവിശേഷത്തിലെ അതിമനോഹരമായ ഈ വചനത്തിൽ പറയുന്ന മനോഹരമായ ഒരു കാര്യങ്ങളാണ്. 10 നാണയം ഏൽപ്പിച്ച ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്നതാണ്. രാജഭരണം സ്വീകരിച്ച് തിരികെ വരാനായി അദ്ദേഹം 10 നാണയങ്ങൾ 3 ഭൃത്യന്മാരെ വിളിച്ച് ഏൽപ്പിക്കുന്നു. ഒന്നാമനെ 5 നാണയം ഏൽപ്പിച്ച് പറഞ്ഞു, 10 നാണയം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ കൊണ്ട് വ്യാപാരം ചെയ്യും. രണ്ടാമനെ വിളിച്ച് 5 ഏൽപ്പിച്ച് പറഞ്ഞു, നീ വ്യാപാരം ചെയ്യും. മൂന്നാമനെ ഏൽപ്പിച്ചു. അദ്ദേഹം തിരികെ വന്നപ്പോൾ ഇവരെ തിരിച്ചു വിളിച്ചു. ഈ തിരികെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വിശദമായ മറുപടിയാണ് കിട്ടിയത്. 5 കിട്ടിയവൻ 10 കിട്ടിയവൻ 10 കൂടെ ചെയ്യും, 5 കിട്ടിയവൻ 5 കൂടെ ചെയ്യും. എന്നാൽ 1 കിട്ടിയവൻ പറഞ്ഞു, ഞാനത് വളരെ രസകരമായി തോന്നുന്ന ഈ കഥയിലേക്ക് നമുക്ക് അതിന് യഥാർത്ഥത്തിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരെയും മനസ്സിലാക്കുന്നതാണ്. ഒന്നാമൻ പറഞ്ഞു, നിന്റെ 10 നഗരങ്ങളുടെ അധികാരിയാണ്. രണ്ടാമനോട് പറഞ്ഞു, നിന്റെ 5 നഗരങ്ങളുടെ അധികാരിയുമല്ല. എന്നാൽ മൂന്നാമനോട് പറഞ്ഞു, നീ ചെയ്യാറുള്ള നീ നിന്റെ കഴിവുകൾ ഈ യഥാർത്ഥ കഥ നമ്മളെ ഓർമ്മിക്കുന്നതാണ്. മനുഷ്യരെല്ലാം വിവിധ തരത്തിലുള്ള താലന്തുകളുള്ളവരാണ്. ഈ താലന്തുകൾ കുഴിച്ചിടാനുള്ളതല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുപരി ദൂരദേശത്തേക്ക് പോയ ധനികൻ തിരികെ വരുന്നത് നമുക്ക് വ്യക്തമായ ഒരു സൂചനയാണ് നൽകുന്നത്. ക്രിസ്തുവിന്റെ 2ാം വരവിലെ കൃത്യമായ സൂചനയാണ്. ഈ 2ാം വരവിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നുള്ള ഈ ഒരു അറിവാണ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ മോശമായ ജീവിതത്തിലുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. മദ്യവും മയക്കുമരുന്നിന്റെയും കണക്കെടുത്താൽ ഈസ്റ്റർ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് മലയാളികളാണ്, ക്രിസ്ത്യാനികളാണ്. ഇനി വേറെ ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് കണക്കുകൾ എടുത്തപ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് രാത്രി സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത് യുവതയെ കുറിച്ചാണ്. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും നമ്മൾ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഈ വാചകത്തിന്റെ പ്രാധാന്യം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഓരോ വാചകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിസ്തു കൃത്യമായ ഒരു ധാരണ നമുക്ക് നൽകുന്നതാണ്. അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു. നമ്മൾ ഈ ആധുനിക ജീവിതത്തിൽ നമ്മൾ പറയും 2000 വർഷം മുമ്പ് എഴുതപ്പെട്ട വചനമാണ്. എന്നാൽ ഇന്ന് കാലിക പ്രസക്തിയുള്ള ഓരോ വചനവും ഓരോ വാക്യവുമാണ് ഇതിലുള്ളത്. അവസാനം 19-ാം വാക്യത്തിന്റെ 19-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനിലേക്ക് വരുമ്പോൾ ദേവാലയത്തിന്റെ ശുദ്ധീകരണമാണ് പറയുന്നത്. നിങ്ങൾ എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നതെന്ന് അഴിച്ചടക്കുന്ന ഒരു യുവാവിന്റെ ഒരു കൃത്യമായ രൂപമാണ് യേശു നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 10 നാണയങ്ങളുടെ ഉപമ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഏറ്റെടുത്ത് എന്താണ് നമ്മളെന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നേറേണ്ടത് നമുക്ക് ഓരോരുത്തരും ആവശ്യമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെയൊക്കെ ജീവിതം വിവിധങ്ങളായ വിമർശങ്ങളായ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഓരോരുത്തരുടെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ഒരു തിരിച്ചറിവ് എത്ര പേർക്ക് ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊക്കെ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവരാണെങ്കിലും സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പലപ്പോഴും ഈ ഒരു ചിന്ത ഇല്ലാതാവുന്നു. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ക്രിസ്ത്യാനികളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ക്രിസ്തു വരികയും വിലയിരുത്തുകയും നമ്മളെ രണ്ടായി തിരികുകയും ചെയ്യുന്നുള്ള കൃത്യമായ വിവരണം വെളിപാട് പുസ്തകത്തിലുണ്ട്. ഇത് മനസ്സിലാക്കി നാം ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം. പ്രത്യാശയുടെ ഈ വർഷത്തിൽ പ്രത്യാശയുടെ തീരുമാനകരായി നമ്മൾ മുന്നേറണം. റോമാക്കാരുടെ എഴുതിയ 5-ാമത്തെ അധ്യായം 5-ാമത്തെ ലേഖനത്തിൽ വാക്യത്തിൽ പറയുന്ന പോലെ പ്രത്യാശകളെ നിരാശരാക്കില്ല. നിരാശരാക്കാതെ മുന്നേറാനുള്ള വലിയൊരു കഴിവ് ഈ വർഷം മുതൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി